എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അജയ്കുമാർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡയറ്റിനെ കുറിച്ചാണ്. അതായത് ഡയറ്റിന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയറ്റാണ് റെയിൻബോ ഡയറ്റ്. അപ്പോൾ എന്താണ് റെയിൻബോ ഡയറ്റ്? ഈ റെയിൻബോ ഡയറ്റ് എങ്ങനെ നമ്മൾ എടുക്കണം, അത് എടുത്തുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ക്യാൻസർ, ബ്രെയിൻ അറ്റാക്ക്, ഹൃദ്രോഗം എന്നീ രോഗങ്ങൾ കൊണ്ടാണ്. ഈ മൂന്ന് അവസ്ഥയ്ക്കും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഭക്ഷണശീലമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഭക്ഷണം നമ്മളെ രോഗിയാക്കി കൊന്നുകളയുന്നു. ഭക്ഷണ നിയന്ത്രണത്തിൽ ഇതിനെ നമുക്ക് തടയിടുവാൻ നമ്മൾക്ക് കഴിയണം. അതായത് നമ്മൾ നല്ല ഒരു ഡയറ്റ് ഫോളോ ചെയ്താൽ ഒരുപാട് അസുഖങ്ങളിൽ നിന്ന് നമ്മൾക്ക് മോചനം ലഭിക്കും. ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? രോഗം വരുമ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നു, ചികിത്സ ചെയ്യുന്നു. പക്ഷേ രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ തേടുന്നതല്ലേ നമ്മൾക്ക് ഏറ്റവും നല്ലത്. ഇന്ന് ഞാൻ പറയുന്നത് റെയിൻബോ ഡയറ്റിനെ കുറിച്ചാണ്. എന്താണ് റെയിൻബോ ഡയറ്റ്? ഒരാഴ്ചയിൽ നമ്മൾ ഓരോ ദിവസവും ഓരോ നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നു. ഇതാണ് റെയിൻബോ ഡയറ്റ്. എന്തെല്ലാമാണ് റെയിൻബോ ഡയറ്റ് എന്ന് പറയുമ്പോൾ അതിൽ റെയിൻബോന്റെ കളർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. 1 ഓറഞ്ച്, 2 ചുവപ്പ്, 3 മഞ്ഞ, 4 പച്ച, 5 നീല, 6 വയലറ്റ്, 7 വെള്ള. ഇതാണ് റെയിൻബോ. ഞാൻ ആദ്യം പറഞ്ഞ ചുവന്ന നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിച്ചാൽ എന്താണ് അതിൻ്റെ ഗുണം? ഇത് ചുവന്ന നിറത്തിലുള്ളത് എല്ലാ തരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. എന്തെല്ലാമാണ് ചുവന്ന നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും? മേജറായിട്ട് നമ്മൾക്ക് കിട്ടുന്നതല്ലേ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന നമ്മൾക്കൊന്ന് പറയാം. തക്കാളി, ചെറി, മാതളം, ബീട്രൂട്ട്, ചുവന്ന ആപ്പിള്, തണ്ണിമത്തൻ, ഇതെല്ലാം ചുവന്ന നിറത്തിൽ നമ്മൾക്ക് ഇപ്പോൾ ലഭിക്കുന്നതാണ്. രണ്ടാമതായിട്ട് ഓറഞ്ച്. ഓറഞ്ചിൽ എന്തെല്ലാം ഉണ്ട്? നമുക്ക് വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, നാരുകളുണ്ട്, ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. നമ്മൾക്ക് എന്തെല്ലാമാണ് ഈ ഓറഞ്ച് നിറത്തിലുള്ളത്? നമ്മൾക്ക് കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികൾക്കും ക്യാരറ്റ് ഉണ്ട്, നമുക്ക് ഓറഞ്ച് ഉണ്ട്, പപ്പായ ഉണ്ട്, മുത്തങ്ങയുണ്ട്, മധുരക്കിഴങ്ങുണ്ട്. മഞ്ഞ നിറത്തിലുള്ള പഴങ്ങളിലും പച്ചക്കറികളിലും എന്തെല്ലാം നമുക്ക് കിട്ടുന്നു? വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, നാരുകളുണ്ട്. എന്തെല്ലാം ആണ് മഞ്ഞ നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും? വാഴപ്പഴം, മാമ്പഴം, പൈനാപ്പിൾ, ചെറുനാരങ്ങ, ഇതെല്ലാം മഞ്ഞ നിറത്തിലുള്ളതാണ്. അടുത്തത് പച്ച നിറത്തിലുള്ളത്. പച്ച നിറത്തിലുള്ള ഈ പഴങ്ങളും പച്ചക്കറികളും കഴിച്ചാൽ നമ്മൾക്ക് എന്തെല്ലാം ഗുണങ്ങൾ നമുക്കുണ്ട്? ലൂട്ടിനുണ്ട്, ജീവകങ്ങളുണ്ട്, ധാതുക്കളുണ്ട്, ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. ഓക്കെ. അപ്പോൾ എന്തെല്ലാമാണ് ഈ പച്ച നിറത്തിലുള്ളത്? എന്തെല്ലാം നമ്മൾക്ക് കിട്ടും? കാബേജ് ഉണ്ട്, ബ്രോക്കോളി ഉണ്ട്. നീല നിറത്തിലുള്ള ഫ്രൂട്ടാണ് ബ്ലൂബെറി. ബ്ലൂബെറി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുകൊണ്ട് ബ്ലൂബെറി നമുക്ക് നല്ലവണ്ണം കഴിക്കാവുന്നതാണ്. നെക്സ്റ്റ് വയലറ്റ് ആണ്. വയലറ്റ് നിറത്തിലുള്ള ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പച്ചക്കറികളോ നമ്മൾക്ക് കഴിക്കാവുന്നതാണ്. വയലറ്റ് നിറത്തിലുള്ളതിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ അടങ്ങിയിരിക്കുന്നു. എന്തെല്ലാമാണത്? വഴുതനങ്ങ, മുന്തിരി, ഞാവൽപ്പഴം, ചുവന്നുള്ളി, ഇതെല്ലാം വയലറ്റ് നിറത്തിലുള്ളതാണ്. അടുത്തത് വെള്ള നിറത്തിലുള്ളത്. വെള്ള നിറത്തിലുള്ള ഫ്രൂട്ടും പച്ചക്കറികളും നമ്മൾ ഉപയോഗിച്ചാൽ എന്തെല്ലാം നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ജീവകം ഒരുപാട് അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ സി ആൻഡ് കെ നല്ലോണം അടങ്ങിയിട്ടുണ്ട്. നാരുകളുണ്ട്. എന്തിൽ നിന്നെല്ലാം നമുക്ക് ഇതെല്ലാം കിട്ടും? കോളിഫ്ലവർ, വെളുത്തുള്ളി. വെളുത്തുള്ളി ഹൃദയത്തിന് ഏറ്റവും നല്ല പുഷ്ടിപ്പെടുത്തുന്നതാണ്. ഹൃദയ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണെന്ന് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തരുണത്തിൽ റെയിൻബോ ഡയറ്റിനെ ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ആരോഗ്യത്തിനെ കാത്തു സൂക്ഷിക്കാം.